അപ്പോൾ ചേട്ടനെ കുറിച്ച് അധികം ആർക്കും അറിയാത്ത, അല്ല ഇപ്പൊ എല്ലാവർക്കും അറിയാമെന്നല്ല, ഈ ഒരു ജനറേഷൻ അറിയണ്ടാവില്ല ചേട്ടാ. അതായത് ഇവിടുന്നെല്ലാം അങ്ങ് ഹോളിവുഡിൽ നിന്ന് വരെ വിളി വന്ന ഒരു വ്യക്തിയാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ ലോസ്റ്റ് വേൾഡ് അല്ലായിരുന്നു ജനാർദ്ദൻ ചേട്ടൻ പറഞ്ഞ പോലെ ഇവിടെ മാത്രമല്ല, അതെ നമുക്ക് ഹോളിവുഡിൽ. അപ്പൊ ചേട്ടൻ ലോസ്റ്റ് വേൾഡിലേക്കല്ലേ അല്ലേ സ്റ്റീവൻ സ്പിൽബർഗ്? ജുറാസിക് പാർക്കിന്റെ സെക്കൻഡ് പാർട്ട് ലോസ്റ്റ് വേൾഡ്. അതിലൊരു ഇന്ത്യൻ ക്യാരക്ടർ ഉണ്ട്. അപ്പൊ അത് ചെയ്യാൻ ഒരു ഇന്ത്യക്കാരൻ വേണം. ഞാൻ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും മലയാളി തന്നെ വേണമെന്നില്ല, ഇന്ത്യക്കാരൻ ആരെങ്കിലും. അപ്പൊ അതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ ഉമാ ഡക്കുന എന്ന് പറഞ്ഞൊരു സ്ത്രീയായിരുന്നു, ബോംബെക്കാരി. അപ്പൊ അവര് ഈ എന്റെ വിധേയൻ എന്ന് പറയുന്ന സിനിമ അവർ കണ്ടിട്ടുണ്ട്. അങ്ങനെ പല പേരുകൾ അയച്ച കൂട്ടത്തിൽ അവർ എന്റെ പേരും അയച്ചു, എന്റെ ബയോഡേറ്റ ഒക്കെ അയച്ചു. അങ്ങനെ ബയോഡേറ്റ എന്നോട് നേരിട്ട് വിളിച്ചില്ല, അത് അടൂർ സാറിൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ട് എല്ലാ ബയോഡേറ്റ ഒക്കെ അവർ അയച്ചു കൊടുത്തു. അത് അയച്ചു കൊടുത്തിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഇതൊക്കെ വരുന്നത്. ആദ്യം ഞാനിത് വിട്ടു, കാരണം ഒന്ന് 2 മാസത്തോളം കഴിഞ്ഞു. ഇത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഒരാൾ വേണം നമ്മളെ വിളിക്കാനാ പോകുന്നത്. വേറെ എത്രയോ നടന്മാരുണ്ട് മലയാളത്തിൽ തന്നെ, എത്ര വലിയ നടന്മാർ. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടല്ലോ. അങ്ങനെ വിട്ടിരിക്കുമ്പോഴാണ് ഒരു വിളി വരുന്നത്, ഇവരുടെ ഈ ഉമാ ഡക്കുന എന്ന് പറയുന്ന മാഡത്തിന്റെ വിളി വരും. യു ഹാവ് ബീൻ സെലക്ടഡ്, ദേ വിൽ കോൾ യു. അവരന്ന് എന്നെ വിളിച്ചിട്ട് റെഡിയാണ് കാര്യങ്ങൾ, ഒന്ന് ചെന്നൈയിൽ എംബസിയിൽ പോകണം, ഹോട്ടലിൽ വെയിറ്റ് ചെയ്താൽ മതി, എല്ലാം ഫൈനലൈസ് ചെയ്തിട്ട് എൻ്റെ പേപ്പേഴ്സൊക്കെ റെഡി ആക്കിയിട്ട് വിളിച്ച് പറയാമെന്ന്. അതിനിടയ്ക്ക് ഇവിടെ നിന്ന് തന്നെ പത്രക്കാരുടെ മുഴുവൻ എനിക്ക് ഒന്നിനും സമയമില്ല. അങ്ങനത്തെ ഭയങ്കര തിരക്കായിരുന്നു, മുറ്റം മുഴുവൻ പത്രക്കാർ. അതൊരു വലിയ സംഭവമാണ്, കാരണം ഇന്ത്യയിൽ നിന്ന് അങ്ങനെ ആരെയും വിളിച്ചിട്ടില്ല സ്പിൽബർഗിന്റെ. അപ്പോൾ അതൊരു വലിയ, എനിക്ക് എല്ലാ പത്രങ്ങളും നന്നായിട്ട് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ചെന്നൈ പോയി, ഇവിടുന്ന് ചെന്നൈ പോയപ്പോൾ അവിടെയും തമിഴ് പത്രക്കാരും ഒക്കെ റൂമിനകത്ത് എപ്പോഴും തിരക്കാം. കാരണം അവര് ഈ തിരിച്ച് ഏത് എയർപോർട്ടിൽ ഇറങ്ങുന്നതാണ് അവർക്ക് അറിയേണ്ടത്. പോയി അവിടെ 1.5 മാസമായിട്ട് ഷൂട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇപ്പൊ പോകുന്ന കാര്യം തന്നെ അപ്പോഴാണ് തിരിച്ച് ഏത് എയർപോർട്ടിൽ ഇറങ്ങുന്നത് ഒരു പിടിയില്ല. പിന്നെ അവര് പിന്നെ കഥയൊക്കെ വെച്ച് പത്രത്തിൽ അവരുടെ ഇതിലൊക്കെ എഴുതി, തമിഴൻ എക്സ്പ്രസ്, ഇന്ത്യൻ എക്സ്പ്രസിലെ തമിഴ്, അതിലൊക്കെ അവൻ്റെ റൂമുക്കുൾ പുകുந்த പോത് ചാർമിനാറിൻ മണം വന്നുകൊണ്ടേ ഇരുന്നതെന്ന് അന്ന് സിഗരറ്റിലേക്ക് വരും എന്നും പറഞ്ഞ് അവർ കഥ എഴുതാം. അങ്ങനെ എല്ലാ ദിവസവും ഒരു രാത്രി വിളിക്കും, അത് വെയിറ്റ് ചെയ്യുക, എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയാം. ഒരു ദിവസം വിളിച്ചു പറഞ്ഞു, സോറി വി ആർ നോട്ട് ഏബിൾ ടു ഫൈനലൈസ് യുവർ പേപ്പേഴ്സ്, സോ വിൽ ഹാവ് ടു ലൂസ് ദിസ് ചാൻസ്. അതൊരു ഭയങ്കര ഷോക്കായിരുന്നു, ഒരു വിശ്വസിക്കാൻ വയ്യ. അത് കാരണം നമ്മൾ അങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുകയായിരുന്നു 10 ദിവസം, താഴെ നിൽക്കാൻ സമയം കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ശരിക്കും അവിടെ നിന്ന് 10 താഴെ. അന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ റൂമിൻ്റെ കുറ്റി ഇട്ടിട്ടില്ലായിരുന്നു, കാരണം എന്തെങ്കിലും സംഭവിച്ചു പോയാൽ രാവിലെ ഇനി ഒരു വന്ന് ഇടിച്ചു പൊളിക്കാൻ നിൽക്കണ്ടല്ലോ.